നമ്മൾ ഇന്നൊരു പാലപ്പവും മുട്ടക്കറിയും വെക്കാൻ പോവാണ്. 2 ഗ്ലാസ് മട്ടയരി പച്ചരി നമ്മൾ 4 മണിക്കൂർ കുതിർത്ത് വെക്കണേ. നല്ലവണ്ണം കഴുകിയിട്ട് വേണം കുതിർക്കാൻ. നല്ലതുപോലെ കഴുകി കുതിർത്ത് വയ്ക്കുക വെള്ളം ഒഴിച്ച്. 4 മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ മിക്സിയിൽ നൈസായിട്ട് അരച്ചെടുക്കാം. അരച്ചെടുത്തിട്ട് ഒരു തേങ്ങ നമ്മൾ ഏത് ഗ്ലാസ്സിന് അരി ഇടുന്നോ ആ ഗ്ലാസ്സിന് 1 ഗ്ലാസ് അരിയിട്ട 1 ഗ്ലാസ് തേങ്ങ, ഒരു ചെറിയ സ്പൂൺ ഈസ്റ്റ് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. മാവ് നല്ല നൈസായിട്ട് അരച്ചെടുക്കാം. അരച്ചെടുത്തിട്ട് നമുക്ക് ഒരു 10 മണിക്കൂർ വെക്കാം ഇത് പുളിക്കുവാൻ വേണ്ടിയിട്ട്. ഇവിടെ തണുപ്പാണ്, അതുകൊണ്ടാണ്. 10 മണിക്കൂറായിട്ടുണ്ട്. നമ്മൾ തുറന്ന് നോക്കാം. നല്ലതുപോലെ പുളിച്ചിട്ടുണ്ട്. 1 സ്പൂൺ പഞ്ചസാര, 1 സ്പൂൺ ഉപ്പ്. 1 സ്പൂൺ ഉപ്പ് വേണ്ട, ഒരു അര സ്പൂണിന് ഉപ്പ് മതി. ചെറിയ സ്പൂണാണെങ്കിൽ 1 സ്പൂണ്, തീരെ ചെറിയ സ്പൂണിന് ഒരു 3/4 സ്പൂൺ ഉപ്പിട്ട് നല്ലവണ്ണം നമുക്ക് കലർന്നിട്ട് ഇനി വെള്ളമൊന്നും ഒഴിക്കണ്ട, അങ്ങനെ നമുക്ക് അപ്പം ഉണ്ടാക്കാം. അപ്പം ചൂടായിട്ടുണ്ട്, പാൻ ചൂടായിട്ടുണ്ട്, അപ്പം ഒഴിച്ചിട്ടുണ്ട്. നമ്മുടെ അപ്പം റെഡി. അപ്പം നമുക്ക് ഇതിൻ്റെ ബാക്കി മാവ് നമ്മളൊരു സൂപ്പറായിട്ട് വട്ടയപ്പവും ഉണ്ടാക്കാം. ഇതേ മാവിൽ നമ്മൾ പഞ്ചസാര ഏലക്കാപ്പൊടി ഇട്ട് നമുക്കൊരു വട്ടയപ്പവും ഉണ്ടാക്കാം കേട്ടോ. നല്ല സൂപ്പറായിട്ട് പഞ്ഞി പോലൊക്കെ വരും. ഏലക്കാപ്പൊടിയും പഞ്ചസാരയും മാത്രമേ ഇട്ടിട്ടുള്ളൂ, വേറെ ഒന്നും ഇട്ടിട്ടില്ല. നമുക്ക് അടുത്തത് മുട്ടക്കറി ഉണ്ടാക്കാമേ. അതവിടെ ഇരുന്ന് വേകട്ടെ. മുട്ടക്കറിക്ക് നമുക്ക് എണ്ണ ഒഴിച്ച് സവാള നല്ലതുപോലെ വഴറ്റിയെടുക്കാം. സവാള ചുമന്നത് കഴിഞ്ഞ് നല്ലവണ്ണം സവാള വഴറ്റാമേ. സവാള ചുമന്ന് കഴിഞ്ഞ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുക. അത് നന്നായിട്ട് ആ പച്ചക്കൂത്തൽ മാറിയ ഉടനെ തേങ്ങ ഇടണേ. തേങ്ങ ഇട്ട് നല്ലതുപോണക്കും വഴറ്റാം. ഇത് ഉപ്പിടുക, 1 സ്പൂൺ ഉപ്പ്. നമുക്ക് ഈ സമയത്ത് വേണമെങ്കിൽ തക്കാളിപ്പഴം ഇടാമേ. ഞാൻ തക്കാളി പേസ്റ്റ് ഇടാൻ പോവുകയാണ്, അതുകൊണ്ട് ഇപ്പം തക്കാളിപ്പഴം ഇടുന്നില്ല. മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, നമ്മുടെ എരിവെള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി ചെറിയൊരു സ്പൂൺ, മസാലപ്പൊടി നമ്മൾ വീട്ടിൽ തയ്യാറാക്കിയ മസാലപ്പൊടിയാണ്. എല്ലാം കൂടിയിട്ട് നമുക്ക് ഒന്ന് ചെറുതായിട്ട് മൂപ്പിച്ചെടുക്കാം. മൂപ്പിച്ചെടുത്ത് ഇത് ആറിക്കഴിഞ്ഞ് നമ്മൾ മിക്സിയിലൊരു 4-5 പറങ്ങാണ്ടി പരിപ്പിട്ട് അരച്ചെടുക്കാം. നമ്മൾ തേങ്ങാപ്പാൽ ഒഴിക്കുന്നില്ല ഈ കറിക്ക്, അതുകൊണ്ടാണ് പറങ്ങാണ്ടി പരിപ്പ് അരയ്ക്കുന്നത്. മിക്സിയിൽ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം, കടുക് വറക്കാം. അത് ഓണിയൻ്റെ ഫ്ലേക്സാണ്, കൊച്ചുള്ളിക്ക് പകരം. മസാല നമ്മൾ അരച്ച് കൊണ്ടുവന്ന മസാല ഇടാം, മസാല പേസ്റ്റ് ഇട്ട് നല്ലതുപോലെ നമുക്ക് ഇളക്കാം. ഇളക്കിയ ഒരു മിനിറ്റ് ഇളക്കിയാൽ മതി. ഇളക്കിയിട്ട് നമ്മൾ ഒരു 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായി തിളപ്പിക്കാം. ഇപ്പോൾ തക്കാളി പേസ്റ്റ് ഇടാമേ. തക്കാളി പഴം ഇടുന്നില്ല, അതുകൊണ്ടാണ് പേസ്റ്റ് ഇടുന്നത്. ഒരു 2 സ്പൂൺ, ചെറിയ സ്പൂൺ. നല്ലതുപോലെ തിളച്ച് കഴിഞ്ഞ് നമുക്ക് മുട്ടയിടാം. മല്ലിയില വേണമെങ്കിൽ നമുക്ക് മല്ലിയിലയുടെ മണം ഇഷ്ടമാണെങ്കിൽ മല്ലിയിലയും നമുക്കിട്ട് കറി ഓഫ് ചെയ്യാം. മണം ഇഷ്ടമല്ലെങ്കിൽ അല്ലാത്തവരിടണ്ട. ഒത്തിരി ടൈം തിളയ്ക്കേണ്ട ആവശ്യമില്ല, കുറച്ച് ടൈം മതി മുട്ടയിടാം. അപ്പോൾ നമ്മുടെ കറി റെഡി. നമുക്ക് ഒരു ചായ ഇടാമേ. നമുക്ക് മസാല ചായ, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണ്. ഏലക്കാപ്പൊടി 1 സ്പൂൺ, ഇഞ്ചി തിരുവിയത്, ചതയ്ക്കുമല്ല തിരുവി ഇടുമായിരുന്നേ, ചായപ്പൊടി, പാലൊഴിച്ച് നമ്മുടെ അപ്പോൾ ചായ റെഡി. നമുക്കപ്പോൾ സൂപ്പറായിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അപ്പം നല്ല സോഫ്റ്റാണ്. ഇത് മുട്ടക്കറിയെ, ഇത് നമ്മുടെ വട്ടയപ്പം. ഭയങ്കര സോഫ്റ്റായിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. നമുക്ക് ഭയങ്കര സോഫ്റ്റാണ്. സിമ്പിളായിട്ടുണ്ടാക്കാം നമുക്ക്, എളുപ്പമെന്ന് പെട്ടെന്ന്. നമുക്ക് കഴിച്ച് നോക്കാം എങ്ങനെ ഉണ്ടെന്നേ. കുഞ്ഞുങ്ങളില്ല, കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോയി, ഇല്ലെങ്കിൽ നമുക്ക് അവരോടൊപ്പം കഴിക്കാമായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ നമുക്ക് കഴിക്കാം. കൊള്ളാം. ഞാൻ തന്നെ കഴിച്ച് ഞാൻ തന്നെ സൂപ്പറാന്ന് പറയാം. സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ ചായയും നമുക്ക് കുടിക്കാം, മസാല ചായ. നമുക്ക് തൊണ്ടവേദന, ത്രോട്ട് പെയിൻ എല്ലാം നല്ല ഒരു ഇതാണ്. ചായ മസാല ഇട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം.
ഇഞ്ചി ഏലക്കായും ഇട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.